Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi വസല്ലം അമ്മാ ബഅദ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തൗഹീദ്, ഇസ്ലാമിൻ്റെ ജീവൻ. ഏത് ജീവിക്കും ഏറ്റവും പ്രധാനം അതിൻ്റെ ജീവൻ തന്നെയാണ്. സുന്ദരമായ മുഖവും ആരോഗ്യമുള്ള ശരീരവും എല്ലാം ഉണ്ടെങ്കിലും ആ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? കൈയും കാലും കണ്ണും കാതും മൂക്കും എല്ലാം ഉപയോഗശൂന്യമായി തീരും. അടിവേര് പൊട്ടിയ വൃക്ഷത്തിൻ്റെയും അടിത്തറ ഇളകിയ കെട്ടിടത്തിൻ്റെയും അവസ്ഥയും ഇത് തന്നെയാണല്ലോ. ഇസ്ലാമിൻ്റെ ജീവൻ തൗഹീദ് ആണ്. അതിൻ്റെ അടിവേര് അടിത്തറയും തൗഹീദ് തന്നെ. അഥവാ ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതോടെ അയാളുടെ ഇസ്ലാമിൻ്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ അടിവേര് മുറിയുകയും അടിത്തറ ഇളകുകയും ചെയ്യുന്നു. ഫലമോ എല്ലാം നിഷ്ഫലമാക്കുന്നു. എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പഠിപ്പിച്ച വിഷയമാണ് തൗഹീദ്. അള്ളാഹു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബലിക മിനർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂനി. ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനെയും ഞാൻ അയച്ചിട്ടില്ല. വിശ്വാസം 70-ലേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായതായി പറഞ്ഞതും തൗഹീദ് തന്നെ. തൗഹീദ് എന്ന പദത്തിന് ഏകനാക്കുക അഥവാ ഏകത്വം അംഗീകരിക്കുക എന്നാണ് ഭാഷാർത്ഥം. അള്ളാഹുവിൻ്റെ സത്യത്തിലും നാമഗുണവിശ്വാസങ്ങളിലും പ്രവർത്തനങ്ങളിലും എല്ലാം അവൻ ഏകനാണ് എന്നും അവന് ഒരർത്ഥത്തിലും പങ്കുകാരുമില്ലെന്നും അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്നുമുള്ള വിശ്വാസമാണ് തൗഹീദ്. സ്വർഗപ്രവേശനത്തിനുള്ള അടിസ്ഥാന യോഗ്യത ആണ് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്റുജു മിനന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഫീ ഖൽബിഹി വസ്നു ശഈറത്തിൻ മിൻ ഖൈറിൻ. ഹൃദയത്തിൽ ഒരു ധാന്യമണിയോളമെങ്കിലും വിശ്വാസമുള്ളവനായിക്കൊണ്ട് ലാ ഇലാഹ ഇലാഹ് പ്രഖ്യാപിച്ചവൻ നരകത്തിൽ നിന്ന് മോചിതനാക്കും. തൗഹീദിനെ പണ്ഡിതന്മാർ പ്രധാനമായും 3 ഇനങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അഥവാ രക്ഷാകർത്തൃത്വത്തിലുള്ള ഏകത്വം, ആരാധനയിലെ ഏകത്വം, നാമഗുണവിശ്വാസങ്ങളിലെ ഏകത്വം. അതിനെ ഒന്നിച്ച് ഒരേ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് നോക്കും. റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅ്ബുദൂഹു വഅസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവകളുടെയും വെള്ളത്തിൻ്റെയും രക്ഷിതാവത്രേ അവൻ. അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനിലുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവന് പരോത്ത ആരെങ്കിലും താങ്കൾക്കറിയുമോ? തൗഹീദിൻ്റെ കാതൽ പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിനെ സൂറത്തുൽ തൗഹീദ് എന്നും പേരുണ്ട്. നമുക്കതൊന്ന് പാരായണം ചെയ്യാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പറയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാക്കുന്നു. അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാക്കുന്നു. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സ്ഥായിയായി ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി ആരും ഇല്ലതാനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.